വിദ്യാധിരാജ ഇൻ്റർനാഷണൽ പള്ളികുന്നം ആലപ്പുഴ ജില്ല സംഘടിപ്പിച്ചിരിക്കുന്ന പരമ ഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 101ാമത് സമാധി വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കണ്ണമ്മൂലയിലുള്ള സ്വാമികളുടെ ജന്മസ്ഥലത്തു നിന്നും വിദ്യാധിരാജപുരത്തേക്കുള്ള ചട്ടമ്പിസ്വാമികളുടെ ധ്വജവും ചട്ടമ്പിസ്വാമികളുടെ ജ്യോതിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സംബന്ധിച്ച വിവരങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തിക്കുന്നതിനായി നടത്തുന്ന പത്രസമ്മേളനമാണിത്. ഈ പത്രസമ്മേളനത്തെക്കുറിച്ച് വിദ്യാധിരാജ ഇൻ്റർനാഷണലിൻ്റെ തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ ചെയർമാൻ ഡോക്ടർ ആർ രാമൻ നായർ സാർ നിങ്ങളോട് സംസാരിക്കും. വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ പ്രവർത്തകരായ അഡ്വക്കേറ്റ് അജിത്ത്, അഡ്വക്കേറ്റ് ശരചന്ദ്രൻ, ശ്രീ പ്രദീപ് കുമാർ എന്നിവരാണ്. ഇതൊരു അസാധാരണമായ ഒരു പുതിയ ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശദവിവരങ്ങൾ പെട്ടെന്നുള്ള അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ തയ്യാറാക്കിയ കുറിപ്പ് വായിക്കാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാനാവും ഞങ്ങൾക്ക്. ചട്ടമ്പി സ്വാമികൾ അസാധാരണമായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും ആധ്യാത്മിക ആചാര്യനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും കേരളത്തിൽ അനേകം സാമൂഹ്യ മത സാംസ്കാരിക സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും പ്രചോദനം നൽകി. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു വലിയ ജനവിഭാഗത്തിന് അദ്ദേഹം ഇതംപ്രദമായി ഉണർവിന്റെ ശബ്ദം നൽകി. ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത കുടുംബം പുലർത്താൻ വേണ്ടി സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ നിർമ്മാണ സമയത്ത് ഒരു തൊഴിലാളിയായി പണിയെടുത്ത സാധാരണ യുവാവിൽ നിന്നും മഹാപണ്ഡിതനും ചിന്തകനും മതസാമൂഹിക രാഷ്ട്രീയ പരിഷ്കർത്താവുമായി ഉയർന്ന ചട്ടമ്പി സ്വാമികൾ 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യവർഷങ്ങളിൽ കേരളീയ നവോത്ഥാനത്തിൽ ജ്ഞാനത്തെയും ആധ്യാത്മികതയെയും സാമൂഹ്യ ജനാധിപത്യ പ്രക്രിയകളിലേക്ക് സംയോജിപ്പിച്ചെടുത്ത ഒരു മഹാപുരുഷനാണ്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ 101ാമത് സമാധി വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ 2025 ഏപ്രിൽ 23 മുതൽ 29 വരെ ആലപ്പുഴ വള്ളികുന്നത്തെ വിദ്യാധിരാജപുരത്ത് നടക്കുന്നു. അതിനോടനുബന്ധിച്ച് സ്വാമികളുടെ സമകാലികരായ ഒരേ ലക്ഷ്യത്തോടെ അധികാരക്കൊതിയും സ്വാർത്ഥമോഹങ്ങളും ഒന്നും ഇല്ലാതെ കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആത്മീയ ആചാര്യന്മാരുടെയും ഓർമ്മയും പരസ്പര ബഹുമാനവും സൗഹൃദവും വീണ്ടും ഓർത്തെടുക്കാനുള്ള, അവർ കാട്ടിത്തന്ന പുരോഗമനത്തിന്റെ പാതയിലേക്ക് തിരിയാൻ പ്രചോദനമേകാനുള്ള ഒരു പ്രസ്ഥാനമായാണ് വിദ്യാധിരാജപുര തീർത്ഥാടന ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് എല്ലാ വർഷവും ഇത് ആവർത്തിക്കുന്നു. ഓരോ ആത്മീയാചാര്യന്റെയും പവിത്ര സ്ഥലത്ത് അവരുടെ സംഭാവനകളെയും ഉപദേശങ്ങളെയും വീണ്ടെടുക്കാനുള്ള വിശദമായ ചർച്ചകൾ തീർത്ഥാടനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. ഇത് ഒരു ആചാര്യനെ ഓർമ്മിക്കൽ മാത്രമല്ല, ആ ആചാര്യൻ ഭാഗമായിരുന്ന മഹത്തായ ഒരു ചൈതന്യധാരയെ ഉണർത്തലാണ്. സമകാലിക സമൂഹത്തിലേക്ക് വെളിച്ചം പകരാനുള്ള ശ്രമമാണ്. ഈ വർഷത്തെ തീർത്ഥാടന ഘോഷയാത്ര തിരുവനന്തപുരം കണ്ണമ്മൂലയിലെ ചട്ടമ്പി സ്വാമികളുടെ ജന്മക്ഷേത്രത്തിൽ നിന്നും 2025 ഏപ്രിൽ മാസം 22ാം തീയതി രാവിലെ 9 മണിക്ക് പതാക സ്വീകരിച്ച് ആരംഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ അയ്യാവ് സ്വാമി, ശ്രീനാരായണ ഗുരു, നീലകണ്ഠ തീർത്ഥവാദർ, തീർത്ഥവാദ പരമഹംസർ, സദാനന്ദ സ്വാമികൾ, ആത്മയോഗിനി അമ്മ, അയ്യൻകാളി, പത്മനാഭൻ വൈദ്യൻ, കൊല്ലത്തമ്മ, സ്വയംപ്രകാശ യോഗിനിയമ്മ, ചിന്നമ്മയമ്മ, അഭേദാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ തുടങ്ങിയ കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹത് വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തി പന്മന സമാധി ക്ഷേത്രത്തിൽ നിന്നും ജ്യോതി സ്വീകരിക്കും. 19ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ അദ്വൈത സഭ എന്ന പേരിൽ ചട്ടമ്പി സ്വാമി, നാരായണ ഗുരു, നീലകണ്ഠ തീർത്ഥവാദർ, തീർത്ഥവാദ പരമഹംസർ, ആറമ്പിൽ ഗോവിന്ദൻ ഉണ്ണിത്താൻ, അയ്യൻകാളിയുടെയും കെ പി കറുപ്പന്റെയും സഹപ്രവർത്തകർ തുടങ്ങി കേരളീയ നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച അധികായർ സമ്മേളിച്ചിരുന്ന നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ പുസ്തകങ്ങളായും ലഘുലേഖകളായും പ്രഭാഷണ പരമ്പരകളായും കേരളമങ്ങോളം വിതറിയ വള്ളികുന്നത്തെ ആറമ്പിൽ ഭവനത്തിൽ നിന്നും കൊടിമരം സ്വീകരിക്കും. 1.5 ദശകത്തോളം സ്വാമിയുടെയും ശിഷ്യരുടെയും കാൽപ്പാടുകൾ പതിഞ്ഞ സ്വാമിയുടെ ശാന്തഗംഭീരമായ 40 അടി പൊക്കമുള്ള പ്രതിഷ്ഠയും ധ്യാനമണ്ഡപവും സ്ഥിതി ചെയ്യുന്ന വിദ്യാധിരാജപുരത്ത് 23/4/25 വൈകുന്നേരം പന്മനയിൽ നിന്നെത്തിക്കുന്ന ജ്യോതി പകരുന്നതോടെ ഘോഷയാത്ര സമാപിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമാധി ആഘോഷ പരിപാടികൾ തുടങ്ങി. കേരളീയ നവോത്ഥാനത്തെക്കുറിച്ചും നമ്മുടെ ആത്മീയാചാര്യന്മാരുടെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും സംഭാവനകളെക്കുറിച്ചും 7 ദിവസത്തെ സെമിനാറുകളും ചർച്ചകളും പ്രത്യേക പ്രഭാഷണങ്ങളും നൃത്തവും സംഗീതവും നിറഞ്ഞ ഒരാഴ്ചയായിരിക്കും അത്.
ശ്രീമദ് കേശവാനന്ദ ഭാരതി സ്വാമികൾ അഭേദാനന്ദ ആശ്രമം തിരുവനന്തപുരം, ശ്രീമദ് ബ്രഹ്മപാദാനന്ദ സ്വാമികൾ ശ്രീ രാമദാസ ആശ്രമം ജയ്ക്കോട്ടുകോണം, ശ്രീമദ് അഭയാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുകുലം ചെമ്പഴന്തി, ശ്രീ രവികുമാർ രക്ഷാധികാരി തൈക്കാട്ട് അയ്യാസ്വാമി സമാധി, ശ്രീ എം സംഗീത് കുമാർ രക്ഷാധികാരി ചട്ടമ്പിസ്വാമി ജന്മസ്ഥാന ക്ഷേത്രം, ശ്രീ ജ്യോതീന്ദ്രകുമാർ പി സെക്രട്ടറി സ്വയംപ്രകാശ ആശ്രമം കുളത്തൂർ, എം ആർ ഗിരീഷ് കുമാർ സെക്രട്ടറി ചട്ടമ്പിസ്വാമി സമാധി പന്മന, ശ്രീമതി എം ശ്രീകുമാരി അമ്മ ചിന്നമ്മ അമ്മയുടെ ചെറുമകൾ, എസ് അംബികാദേവി പത്മനാഭൻ വൈദ്യന്റെ ചെറുമകൾ, ശ്രീ പുല്ലാട് ഗോപൻ ഹിന്ദുമത മഹാമണ്ഡലം അയിരൂർ തീർത്ഥാടന കമ്മിറ്റി കൺവീനർ, ശ്രീ ഷിബു ഗോപിനാഥ് ഡയറക്ടർ അയ്യൻകാളി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് വെങ്ങാനൂർ, അഡ്വക്കേറ്റ് ജി ശരചന്ദ്ര ബാബു വിദ്യാധിരാജ ഇന്റർനാഷണൽ, ഡോക്ടർ രാമൻ നായർ ചട്ടമ്പിസ്വാമി ആർക്കൈവ് തുടങ്ങിയവർ വിവിധ തീർത്ഥാടന സ്ഥലങ്ങളിൽ പങ്കെടുത്ത് ഘോഷയാത്രയെ അർത്ഥവത്താക്കും. ഡോക്ടർ രാജീവ് ഇരിങ്ങാലക്കുട ഡയറക്ടർ ദക്ഷിണേന്ത്യ പഠന കേന്ദ്രം വിദ്യാധിരാജപുര തീർത്ഥാടന സ്ഥലങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ ഇടത്തും വിവരണങ്ങൾ നൽകും. നവോത്ഥാന നായകർ നമുക്ക് നേടിത്തന്ന സമത്വവും സാഹോദര്യവും സമാധാനവും തകർത്തെറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സമൂഹത്തിൽ കേരളത്തെ ആധുനികവൽക്കരിച്ച പുരോഗമനാശയങ്ങളുടെ ഒരു വീണ്ടെടുക്കലും പ്രചാരവുമാണ് വിദ്യാധിരാജ തീർത്ഥാടന ഘോഷയാത്രയിലൂടെയും വിദ്യാധിരാജ ഇന്റർനാഷണൽ എന്ന സ്ഥാപനം ലക്ഷ്യമിടുന്നത്. നമസ്കാരം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറാണ്. ചട്ടമ്പിസ്വാമി മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത് ജീവകാരുണ്യം മാത്രമാണ്. ആ ജീവകാരുണ്യം എന്ന് പറയുന്നത് സമത്വത്തിൻ്റെ ഒരു ദർശനമാണ്. സമത്വം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള സമത്വം മാത്രമല്ല, സർവ്വജീവരാശികൾക്കും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തുല്യമായ അധികാരമുണ്ടെന്ന് ഉറപ്പിക്കുന്ന ഒരു ചിന്താപദ്ധതിയാണ് ചട്ടമ്പിസ്വാമികൾ നമുക്ക് മുന്നോട്ട് വെച്ചത് എന്നുള്ളത് അതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എല്ലാത്തിനോടും എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് അവർക്ക് അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവർക്ക് വ്യത്യസ്തമായ കർമ്മങ്ങളുള്ളപ്പോൾ തന്നെ അവർക്ക് ഈ അധികാരം, ഈ ഭൂമിയിലുള്ള അധികാരം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള അധികാരം എല്ലാത്തിനുമുണ്ട്. അപ്പോൾ ആ സമത്വത്തെക്കുറിച്ച് അതിവിശാലമായ ഒരു ഭാവന, ഒരു ധാരണ ഉണ്ടായിരുന്ന ഒരു ഋഷിവര്യനാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ആ സമകാലികമായിട്ട് ധാരാളം ഈ മഹാത്മാക്കൾ ഈ കേരളത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവരെ എല്ലാം തന്നെ ഓർമ്മിക്കാനും അവരോടൊപ്പമുള്ള സൗഹൃദം ഉണ്ടായിരുന്ന വഴികളിലൂടെ നമ്മൾക്കും ഒന്ന് സഞ്ചരിക്കാനുള്ള ഒരു മാർഗമായിട്ടും ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുമാണ് ഈ ഒരു തീർത്ഥാടന പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊരു ഓർമ്മിക്കൽ മാത്രമാണ്. കേരള സമൂഹത്തിൽ നമ്മളൊരു ഓർമ്മിക്കലാണ്. ഇങ്ങനെയുള്ള ഓരോ മഹാന്മാർ ഒരാളിനെ അല്ല, ചട്ടമ്പിസ്വാമി സഞ്ചരിച്ച വഴികൾ, അദ്ദേഹത്തിന് പരിചയമുള്ള ആൾക്കാർ, അവരോടൊപ്പം ഒക്കെ ഉള്ള ഒരു ഓർമ്മിക്കൽ കൂടിയാണ് ഞങ്ങളുടെ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതിന് മറ്റു തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാന്ന് പറയാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ചിന്ത നമ്മുടെ സമൂഹം ഏറ്റെടുക്കണം. അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു സമ്മേളനം. നന്ദി, നമസ്കാരം. വാഗൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 799400759 അല്ലെങ്കിൽ 9656417599.